കാണാം. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോഴേക്കും ആ ഒരു എന്താ പറയുക കാഴ്ചകളും കാര്യങ്ങളും കംപ്ലീറ്റ് മാറി. അപ്പം ഇതുപോലെ വാലിയിൽ മാത്രമാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇതിന് ശേഷം എന്താ പറയുക ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പച്ചപ്പ് കാണാൻ സാധിക്കുള്ളൂ. ഇവിടെയൊക്കെ നോക്കിയാൽ ചെറിയ മലയുടെ മുകളിലൊക്കെ സൈഡിലൊക്കെ ആയിട്ട് കാണാം. പക്ഷേ ഇനി അങ്ങോട്ട് ഇതും കൂടി കഴിഞ്ഞാൽ അത് കാർഗിലൊക്കെ എത്തുമ്പോഴേക്കും അതും മാറും. പ്രത്യേകിച്ച് ലേ, അതേപോലെ നമ്മുടെ നുബ്ര, ഹണ്ടർ അതുപോലത്തെ ഏരിയയിലൊക്കെ ചെറിയ ഏരിയയിൽ മാത്രം കുറച്ച് ഇതുപോലത്തെ വാല്യൂ വളരെ കുറച്ചായിട്ടുണ്ടുള്ളത്. പലപ്പോഴും കൃഷിയുടെ ഭാഗമായിട്ടായിരിക്കും അതുണ്ടാകുന്നത്. നോക്കിയാൽ ചെറിയ ടെൻറ്റും സെറ്റിൽമെൻറ്റിലൊക്കെ കാണാം നമുക്കിവിടെ. കുറേയൊക്കെ നൊബാഡിക് ട്രൈബ്സ് ആണ്. ഇവർ താൽക്കാലികമായിട്ടാണ് ഇവിടെ ഉണ്ടാവുള്ളൂ. തണുപ്പ് കാലമൊക്കെ ആകുമ്പോഴേക്കും ഇവർ ഈ ഒരു ഏരിയയൊക്കെ വിട്ടുപോകും. ഇവരെ കന്നുകാലികളും അതുപോലെ എല്ലാത്തിനും കൂട്ടി ഇവർ താഴോട്ടേക്ക് ഇറങ്ങും. സോനാമാർഗെല്ലാം കഴിഞ്ഞ് അങ്ങ് താഴോട്ടേക്ക് പോകും. സോനാമാർഗ് ഒന്ന് തീരെ ഉണ്ടോ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. സോനാമാർഗ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് സോനാമാർഗ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ദ്രാസാണ് ഫോക്കസ് ചെയ്യുന്നത്. സോജില പാസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മാത്രം. Come on! ജീവൻ പോട്ടെ, പവർ വരട്ടെ. ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടല്ലേ ഇവിടെ? ഇപ്പൊ നമ്മള് സോജില പാസ് വഴിയാണ് നമ്മളുടെ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സോജില പാസ് ആയിട്ടാണ് നമ്മൾ ദ്രാസിലെത്തുന്നത്, കാർഗിലൊക്കെ എത്തുന്നത്. കോറ്റൂര പാസ്സാണ് ഈ റൂട്ടിൽ ഏറ്റവും ഹയസ്റ്റ്. ഇതാണ്ട് ഈ ഭാഗത്തിൽ ഇപ്പൊ ഒരു എക്സ്റ്റെൻഡ് ചെയ്താണ്. ഇതാണ്ട മുന്നേ ഇത് ഉണ്ടായിട്ടില്ല. ഈ ഒരു ഇത് മാത്രം ഉണ്ടായിരുന്നു, ചെറുതായിരുന്നു. ഒന്നേ വീതി കൂട്ടി. അതാണ് ശരിക്കും പറഞ്ഞാൽ സോജില പാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചേഴ്സ് ആണ്. വേൾഡിലെ ഡേഞ്ചർ ലിസ്റ്റ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും അവിടെയും ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ആർമിയുടെ ചെക്ക് പോസ്റ്റ് എന്തോ അവിടെയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡ് ആവാറുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ റോഡിൻ്റെ ഈ ഒരു അവസ്ഥ. അപ്പോൾ സോജില പാസ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇപ്പോഴും എന്താ പറയുക, പൂരത്തിൻ്റെ ചെറിയൊരു പൂരം മാത്രമാണ് ഇത്. ഇനിയും പ്രധാനപ്പെട്ട സ്പോട്ടുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. ശുക്രിയ, ധന്യവാദ്. തേങ്ങയുണ്ട്, പിന്നെ തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പും പിന്നെ ചെറിയ ശർക്കര അല്ലേ. താങ്ക് യു. ഇതാണ്ടാ ഐസ്. ഇവിടെ ഒരു ഗുഹയാണ് ഇവിടെ ഉള്ളത് കംപ്ലീറ്റ്. വാവ്. ഓ ഗൈസ് കണ്ടില്ല എത്ര ഡേഞ്ചറാണ് പോകുന്നത്. ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞതെല്ലാം എക്സ്പീരിയൻസ് ആണ്. ഓ തടുത്ത കാറ്റ്. ഓ ഫ്രീസിങ്.
എങ്ങനെയുണ്ട്? ഫ്രീസറിൽ നോക്കില്ലേ? അടിപൊളി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇതിനകത്തിരിക്കാൻ? ഫ്രീസറിൽ ഇരിക്കുന്ന ഫീലാണ് ഫ്രീസറിൽ. ഐസിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യുന്നതാണ്. മുകളിൽ നിന്ന് വെള്ളം വരുന്ന പൈപ്പ് ഇട്ടിട്ട്. പിന്നെ നമ്മളെ ദ്രാസ് എത്തിയിട്ട് ഇവിടെ, അതാണ് ദ്രാസ്, അവിടെ ചെക്ക് പോയിന്റ് ഉള്ളത്. നമ്മളെ ദ്രാസിന് തൊട്ട് മുന്നിലുള്ള ഒരു പുഴയാണ് കേട്ടോ ഇത്. കണ്ടല്ലേ എന്താ ഭംഗിയെന്ന്. ഈ ഏരിയ കണ്ടില്ലേ, ചുറ്റും മലകളാണ്, ചുറ്റും മലകൾ. അതിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ മേജറായ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് സോച്ചിയിൽ അധികം കണ്ടന്റ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ കാർഗിൽ ലേക്കുള്ള എൻട്രൻസ് ആണിത്. ഇവിടെ ദ്രാസിലേക്ക് 25 കിലോമീറ്ററാണ്.
ഏകദേശം നമ്മളെ ദ്രാസ് കഴിഞ്ഞു. ദ്രാസ് 6 കിലോമീറ്റർ മുന്നോട്ട് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാർഗിൽ മെമ്മോറിയലാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.